അധ്യാപികയുടെ മുഖമുടിയിൽ MDMA വ്യാപാരം, സഹപ്രവർത്തകയെയും അറസ്റ്റിൽ. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. കോഴിക്കോട് അധ്യാപികമാരെ കേന്ദ്രീകരിച്ചുള്ള ലഹരിക്കടത്ത് ശൃംഖലയിൽ അന്വേഷണം കൂടുതൽ വ്യാപകമാവുകയാണ്. പേരാമ്പ്ര BRCക്ക് കീഴിൽ താൽക്കാലിക കായിക അധ്യാപികയായി ജോലി ചെയ്തിരുന്ന കീർത്തന എന്ന ഒരു അധ്യാപികയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരാകട്ടെ അധ്യാപിക എന്ന വിശ്വസ്തതയിൽ അധ്യാപിക എന്ന ആ ഒരു മുഖപടം ഉപയോഗിച്ച് അത് മറയാക്കിക്കൊണ്ട് MDMA ലഹരി മരുന്ന് വിൽപ്പന നടത്തിയെന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. വടകരയിൽ MDMAയുമായി പിടിയിലായ റിസ്വാനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അധ്യാപികയിലേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്ന് നടത്തിയ സാമ്പത്തിക ഇടപാട് പരിശോധനയിൽ കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇത്തരത്തിൽ ലഹരി ഇടപാടുകളുടെ പണം കൈമാറിയിരിക്കുന്നത് എന്ന് പോലീസിന് വ്യക്തമായതോടുകൂടിയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. കീർത്തനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സഹപ്രവർത്തകയും അടുത്ത സുഹൃത്തുക്കളുമായ രണ്ടുപേരെ അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതായത് കാവ്യ എന്ന മറ്റൊരു അധ്യാപികയെ കൂടിയാണ് ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MA സൈക്കോളജി ബിരുദധാരിയായ കാവ്യ ചെറുവാളൂർ സർക്കാർ LP സ്കൂളിനോട് അതിനോടനുബന്ധിച്ച ഓട്ടിസം സ്കൂളിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടറായി തന്നെ സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് ആഴ്ചയിൽ 3 ദിവസം മാത്രമായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. 2016 മുതൽ പ്രത്യേക അധ്യാപികയായി പ്രവർത്തിച്ചു വരുന്ന കാവ്യ 2 വർഷം മുൻപ് വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റപ്പോൾ ജില്ലയിലെ വിവിധ BRCകളിലെ അധ്യാപികമാർ ചേർന്നുകൊണ്ട് സാമ്പത്തിക സഹായം നൽകിയ വ്യക്തി കൂടിയാണ്. മാത്രമല്ല, അന്വേഷണത്തിനിടെ തന്നെ കാവ്യയുടെ സാമ്പത്തിക ജീവിത ശൈലിയെക്കുറിച്ചും സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അടുത്തിടെ തന്നെ കാവ്യയാകട്ടെ വില കൂടിയ ആഡംബര കാർ വാങ്ങിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരന്റേതാണ് എന്നതായിരുന്നു കാവ്യയുടെ വിശദീകരണം. എന്നാൽ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബന്ധങ്ങൾ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ആഡംബര സ്വത്തുക്കളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അധ്യാപക സമൂഹത്തെ ആകെ തന്നെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായി തന്നെ ഇത് മാറുകയാണ്. ഇത് മാത്രമല്ല, കൂടുതൽ പേർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ തന്നെ സംശയത്തിന്റെ നിഴലിലേക്ക് എത്തുകയും വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2000 രൂപ വീതം അയച്ചു നൽകിയാൽ ലഹരി ഒളിപ്പിച്ചു വെച്ച ലൊക്കേഷൻ ഇവർ പണം അയച്ചു നൽകിയ ആൾക്ക് കൈമാറുകയും അതുമാത്രമല്ല, ലൊക്കേഷനിൽ എത്തുന്നവർക്ക് ആ ഒരു സംഘത്തിൽ മറ്റൊരാൾ ലഹരി മരുന്ന് കൈമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ അവലംബിച്ചിരിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന പണം വൻ തുകയാവുന്നതോടുകൂടി തന്നെ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും അന്വേഷണ ഏജൻസികളുടെ കണ്ണ് വെട്ടിക്കുന്നതിനുമായിരുന്നു ഈ ഒരു കച്ചവട തന്ത്രം ഉപയോഗിച്ചത്. ലഹരി ഉപയോഗിക്കുന്നവരുമായി ബന്ധമില്ല എങ്കിൽ പോലും വൻകിട ഇടപാടുകാരുമായി കീർത്തനയ്ക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കീർത്തന അറസ്റ്റിലായതിനു പിന്നാലെ തന്നെ കാവ്യയെക്കുറിച്ച് പേരാമ്പ്ര BRC അധ്യാപകർക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. കാവ്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുന്നുവെന്ന വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ ജോലി ചെയ്യുന്ന സ്കൂളിൽ HMന് മുന്നറിയിപ്പ് നൽകിയത്. ഇക്കാര്യം കാവ്യ അറിഞ്ഞതോടുകൂടി തന്നെ സ്കൂളിൽ ബഹളം വെച്ചു. പിന്നാലെ തന്നെ BRCയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദീകരണം തേടുകയാണ് ചെയ്തത്. അറസ്റ്റിലായ കീർത്തനയുമായി സൗഹൃദം മാത്രമേ ഉള്ളുവെന്നും ലഹരി സംഘവുമായി ബന്ധമില്ല എന്നും ആവർത്തിച്ചു പറഞ്ഞതോടുകൂടി തന്നെ BRC അധ്യാപകർ താക്കീത് നൽകി വിട്ടയച്ചു. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ പോലും ഇക്കാര്യം കാവ്യ ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു. കീർത്തനയുടെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, കാവ്യയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യുമെന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഉയരുന്നത്. അതായത് സ്കൂൾ അധ്യാപിക അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകർ പോലും ലഹരി മരുന്ന് സംഘങ്ങളുടെ പിടിയിലേക്ക് അകപ്പെടുന്നു എന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഒരു വാർത്തയോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ വളരെയധികം കാര്യക്ഷമമായി തന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇവിടെ മുന്നോട്ട് പോകുന്ന ഈ ഒരു വേളയിൽ തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും പുതിയ തരത്തിലുള്ള ലഹരി മരുന്ന് അല്ലെങ്കിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം വിദ്യാർത്ഥികളിൽ നിന്നാണ് എങ്കിൽ ഇപ്പോൾ അധ്യാപകരിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ദുരനുഭവം നേരിടേണ്ടി വരുന്നതായി തന്നെ ഉള്ള ഒരു രീതിയിലേക്കാണ് ഇക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.